എന്താണ് പരിപാടി? കുറച്ച് ഡേ ആയില്ലേ കണ്ടിട്ട്, അതായത് ഒരു 2-3 ഡേയ്സായി നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടല്ലേ. അപ്പോൾ നമ്മളിതാ വടകരയ്ക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മളിതിന് മുന്നേ ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു വടകര, എൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അവളുടെ കല്യാണമാണ്, അപ്പോൾ അവിടേക്ക് പോകുന്ന തിരക്കിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് വീട്ടിൽ കയറിയിട്ട് വൈകുന്നേരമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ബേക്കറി ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ വീട്ടിലേക്ക് നമ്മൾ ബേക്കറി വാങ്ങിക്കുക പെരുവയൽ നിയർ ബൈ ആണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞ് നമ്മൾ കുറ്റിക്കാട്ടൂർ എത്തിയപ്പോൾ ഒരു ഫാൻസിയിൽ നിർത്തിയതാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കോട്ട് സെറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അഹാനികത്തിലെ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് നമ്മൾ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാൻസിയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണത്. അപ്പം നമ്മൾ അതൊക്കെ പാക്ക് ചെയ്തു. നേരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം ഒരു 6:15 ട്രെയിൻ. അപ്പം നമ്മൾ 5:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഇനി ഇൻ കേസ് റഷ് ആണെങ്കിലോ ആ ഒരു ഏരിയ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പുതിയ സ്റ്റാൻഡ് അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നമുക്ക് ഭയങ്കര റഷായിരിക്കുമല്ലോ പാളയം ആ ഏരിയ ഒക്കെ. അപ്പം നമ്മൾ വിചാരിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, കുറച്ച് നേരത്തെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ തൊണ്ടയാട് കുറച്ചൊരു സിഗ്നലിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതർവൈസ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തിയും നമ്മളെ അഹാനികത്തിലെ കുർത്തിയാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കുർത്തിയാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച് അത്ര ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നല്ല റഷൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി കാറും പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അന്നേരമൊക്കെ ഒരു ഹറിബറിയിൽ ഓടുന്നതുകൊണ്ട് നമുക്ക് അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ സ്റ്റേഷനിൽ, അപ്പം എൻ്റെ ഒരു കൊളീഗ് ഉണ്ട് വടകര വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിന് മുന്നേ അവരുടെ കൂടെ തന്നെയായിരുന്നു എൻഗേജ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 6:30 ആയപ്പോഴാണ് ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഹിമൻ്റെ കൈ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അമ്മയുടെ കൂടെ അമ്മ കറി വയ്ക്കുന്ന സമയത്ത് ആളും അപ്പുറത്തിരുന്ന് കറി വയ്ക്കുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ അന്നേരം ജസ്റ്റ് ഒന്ന് മുറിഞ്ഞ. പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതിങ്ങനെ പറയാം. അതായത് ഞാൻ ജസ്റ്റ് കൊളീഗിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ എന്ത് സാധനമാണെങ്കിലും ഞാൻ എവിടെ പോകുമ്പോൾ എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് എവിടെ വയ്ക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുട വരെ നമ്മൾ മഴയാണെങ്കിൽ വരെ ഞാൻ മറന്നു പോകും. അതാണ് എൻ്റെ അവസ്ഥ. അപ്പം ഞാൻ മറന്നു പോകുന്നതുകൊണ്ട് ഞാൻ എവിടെയും വയ്ക്കാതെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കോള് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൈജയുടെ അടുത്ത് ആ ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് ഷൈജയുടെ എന്താക്കി അതിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചു. അതായത് ആ റാക്കിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചു. ഇറങ്ങാൻ നേരത്ത് നമ്മൾ പയ്യോളിയായിരുന്നു ഇറങ്ങിയത്. പയ്യോളി അവർ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പയ്യോളി ഇറങ്ങിയ അന്നേരം ഗിഫ്റ്റ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. അയ്യോ ഒന്നും പറയണ്ട. എനിക്ക് അവിടെ എത്തി അപ്പോൾ ട്രെയിൻ എടുത്തപ്പോൾ ഓർമ്മ, അയ്യോ ഗിഫ്റ്റ് എടുത്തില്ല എന്ന്. എൻ്റെ ദൈവമേ, എനിക്ക് അന്നേരം എൻ്റെ അമ്മോ ഒന്നും പറയണ്ട, വല്ലാത്തൊരവസ്ഥയായിരുന്നു. അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല. സാധനങ്ങളൊന്നും വാങ്ങിക്കാനുള്ള ടൈമില്ല. അപ്പം നേരെ ഒരു ATM കയറിയിട്ട് പൈസ എടുത്ത് നേരത്തെ കല്യാണ വീട്ടിലേക്ക് പോയി അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഫുഡൊക്കെ കഴിച്ചത് നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇനിയാണ് ടെസ്റ്റ് വരുന്നത്. അതെന്താണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ